ഡയറക്ടറായിരുന്നപ്പോൾ അസിസ്റ്റൻ്റായിരുന്നപ്പോഴൊക്കെ സീരിയലിലൊക്കെ അഭിനയിച്ച നായികയാണ്. ആ നായിക എന്ന് പറഞ്ഞിട്ട് ജോണി ചേട്ടനുണ്ട് അത്ര വർഷത്തെ ബന്ധമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഡയറക്ഷനിലേക്ക് ഒന്ന് മാറി സിനിമയിലേക്ക് വന്ന് നടനായി മാറി. ഇപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും നല്ല നടൻ, നല്ല നല്ല സിനിമകൾ, കൈനിറിയ സിനിമകളും ആളുകൾ ചിരിപ്പിക്കുന്ന സിനിമകളായി. ഇനിയൊരു ഡയറക്ഷൻ എന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്നപ്പോൾ ഈ അഭിനയിച്ചു പോകുന്ന ഒരു സുഖം അത്രമാത്രം പിടിച്ചോ? ഞാൻ പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലോ നമ്മുടെ ലൈഫ്. ഇനിയിപ്പം പറയാൻ പറ്റുമോ സംവിധാനത്തിലേക്ക് തിരിച്ചു പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് നിയോഗമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോയി. എനിക്കിതൊന്നും എനിക്കൊരു സമാധാനം ഇവിടെ സിനിമയിലുണ്ടായാൽ മതി. അത് സംവിധായകനായോ നടനായോ ഇവിടെ ഉണ്ടാവണമെന്നൊരാഗ്രഹമുള്ളൂ. പിന്നെ ഇപ്പോൾ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരുപാട് നാളത്തെ ഒരു അധ്വാനവും ഒക്കെ അതുപോലെ നമ്മുടെ ഡെഡിക്കേഷനോടുകൂടി നിന്ന്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അതിൻ്റെ കൂടെ നിന്നിട്ട് പോരുന്ന ഒരു പ്രകൃത. കമ്പാരിറ്റീവ്ലി ഡയറക്ഷനെക്കാട്ടിലും എളുപ്പം ആക്ടിംഗ് ആണ് സുഖം. പിന്നെ ഒരു റെഗുലർ ഇൻകം ഒക്കെ വരുന്നത് അഭിനയത്തിലാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവം എന്നൊക്കെ ഉണ്ടല്ലോ. എന്താണ് മഞ്ജുവിൻ്റെ അടുത്ത് സംവിധാനത്തിലേക്ക് ആരാ? മഞ്ജു ഭയങ്കര ബുദ്ധിമതിയാണ്. ഇതൊരു ഇതാന്ന് നോക്കണം കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ പൈസ പോയി സംവിധാനം ചെയ്തോ വല്ലപ്പോഴേ പൈസ വരുള്ളൂ എന്നും പറയണം. ഇല്ല, മഞ്ജു ഭയങ്കര ബുദ്ധിമതിയാണ്. ഒരിക്കലും മഞ്ജു സംവിധാനം ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി സംവിധായികയായിട്ടുള്ള റോള് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്തു അല്ലേ, അല്ലാതെ മഞ്ജു അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ബായി. നമ്മള് ഒരു ഡയറക്ടറുടെ ബുദ്ധിമുട്ട്, അയാളുടെ ഡെഡിക്കേഷൻ, എല്ലാം നമ്മൾ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു. നമുക്കറിയാൻ പറ്റും സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ആ സിനിമ എങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നവരാ മനുഷ്യനെ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും. ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചാൽ ഓടിയാൽ ക്രെഡിറ്റ്സ് പലരും കൊണ്ടുപോകും, ഓടിയില്ലെങ്കിൽ കംപ്ലീറ്റും റെസ്പോൺസിബിലിറ്റി അവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് അവസ്ഥ. അത് വലിയൊരു അവസ്ഥ തന്നെയാണ്. ഇവര് ഫ്രണ്ടിലേക്ക് പോലും വരുത്തുന്നില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് പോലും വരുത്തില്ലല്ലോ. അപ്പൊ ആരാണെങ്കിലും ആ ഒരു വേദന ഡയറക്റ്റ് ശരിക്കും ഉൾക്കൊണ്ട് വേണം സിനിമയ്ക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മൾ പിന്നെ സംഭവിക്കേണ്ടതാണല്ലോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു സിനിമ എടുത്ത് ആ സിനിമ വിജയിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമ്മൾ 100 സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടില്ല. ഉറപ്പാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടൊരു പടം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ക്രൂവിനെ കൺട്രോൾ ചെയ്ത് ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അത് മേക്ക് ചെയ്ത് പെർഫോം ചെയ്യിച്ച് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ കണ്ട് ഗംഭീരം, അല്ലെങ്കിൽ ആ നിർമ്മാതാവിന് പൈസ കിട്ടിയെന്ന് പറഞ്ഞൊരു സന്തോഷം വേറൊരു സന്തോഷമാണ്. നിങ്ങൾ കുറേ നാളുകളായുള്ള സൗഹൃദമുള്ള ആളുകളാണ്. പല സിനിമകളും ഒരുമിച്ച് അഭിനയിച്ച് പറഞ്ഞ തുടക്കം മുതലുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന സംഭാഷണങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങൾ വരും. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങൾ ഞങ്ങൾ സംസാരിക്കാറില്ല. പൊതുവേ ഞങ്ങൾ സംസാരിക്കുക സിനിമയെക്കുറിച്ച് തന്നെയായിരിക്കും ഏറ്റവും, പിന്നെ ഫാമിലിയെക്കുറിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും. മഞ്ജു ഈ പറഞ്ഞ പോലെ പിന്നെ സെറ്റിലെ ഒരു പ്രാവശ്യം ബിരിയാണിയൊക്കെ അപ്പോൾ ഞാനാണ് അവൻ്റെ അടുത്ത് ബിരിയാണി ഉണ്ടോ നല്ല ബിരിയാണി വരുത്തുകയും എൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ മഞ്ജു വന്നു. നമ്മൾ എങ്ങനെയാണ് ഞാനിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ധാരണ എനിക്കും ഉണ്ട്, മഞ്ജുവിനും ഉണ്ട്. അതിൻ്റെ എല്ലാ സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ഞങ്ങൾ സംസാരിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഒരേപോലത്തെ മീൻസ് ഒരേ സിനിമകൾ 2-3 അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഡേറ്റ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കത് തീർത്താൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഒന്ന് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, മഞ്ജു നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു സ്ത്രീയാണ്. ചേട്ടാ താങ്ക് യു ചേട്ടാ. അല്ല, ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ചേട്ടൻ പറഞ്ഞത്. അവർ നല്ലൊരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. ചുരുക്കം അങ്ങനെ പറയാറുള്ളൂ, വളരെ ചുരുക്കം എന്നെ കുറിച്ച് പറയാറുള്ളൂ. എന്നെ അറിയാവുന്നവർ എന്നെ കുറിച്ച് പറയാറുണ്ട്, അറിയാത്തവർക്ക് എന്തും പറയാം. അല്ല, മഞ്ജു ഇപ്പം ചാനൽ ഷോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, കൂടെ ഇരിക്കുന്നവരെയും വരുന്നവരെയും എല്ലാം മഞ്ജു ഒരു ബ്രദർലി, മഞ്ജു ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. മഞ്ജു ആരെയും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പെർഫോം അങ്ങനത്തെ ഒന്നും മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.